രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ഏത് കോംബോ എടുത്താലും 200 രൂപ അങ്ങനെയുള്ള 16 കോംബോ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെയിൽ പോസ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന്. വളരെ നല്ല ചെടികളാണ്, വളർത്താൻ എളുപ്പമാണ്, കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ചെടികൾ നമുക്ക് കിട്ടുക. ഇത് 4 ഡയാന്തസ് 200 രൂപയാണ്. 4 ഡയാന്തസ് പ്ലാന്റ് സൈസൊക്കെ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ 300 രൂപ വിലയുള്ള 3 എന്താ പറയുക ബിഗോണിയ ചെടികൾ വെറും 200 രൂപ. അതുപോലെ ഇതിൽ ഏത് കോംബോ ആണെങ്കിലും 4 ചെടി 5 ചെടിയൊക്കെ ഉള്ളത് ഒക്കെ 200 രൂപയാണ്. അതുപോലെ 10 മണി ചെടികൾ 20 കളറ്, 10 മണീൻ്റെ അടുക്ക് 10 മണി എല്ലാം കൂടി 20 കളറുണ്ട്. 20 കളറിൻ്റെ ചെടികളുടെ 3 സ്റ്റെംസ് വീതമാണ് നമ്മൾ തരിക. അപ്പോൾ അടുക്ക് 10 മണിയുണ്ട്, സിൻഡ്രല്ല ഉണ്ട്, ജംബോ, അങ്ങനെ പലതരം 10 മണി ചെടികൾ 200 രൂപ മാത്രം. അതുപോലെ ഇത് അടുത്ത കോംബോ ഏതാണെന്ന് നോക്കാം നമുക്ക്. ബോൾസ്, ചൈനീസ് ബോൾസാണ്. പിന്നെ ഹോയ, 3 തരം ഹോയയാണ്. നല്ല 3 അല്ല കേട്ടോ, 4 തരം ഹോയ. പിന്നെ കുറേ ക്രീപ്പർ ചെടികളുണ്ട്. ഇത് കമേലിയയും ഒരു പിങ്ക് പെട്രിയയാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമുക്ക് ഫ്ലവറിങ് ബിഗോണിയാണ്. 4 എണ്ണത്തിന് 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ആഫ്രിക്കൻ വയലറ്റ്, അതും അങ്ങനെ തന്നെ 4 എണ്ണം ഉണ്ടാവും ഒരു കോംബോയിൽ. അടുത്തത് ക്രീപ്പറാണ്, 4 എണ്ണം തന്നെയാണുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഫിറ്റൂണിയ ചെടികളാണ്, 200 രൂപ തന്നെ. പിന്നെ വരുന്നത് 2 കുറ്റിച്ചെടി, 3 കുറ്റിച്ചെടി ഒരു ക്രീപ്പറുമാണ്. പിന്നെ പെപ്രോമിയൻ്റെ 4 എണ്ണം. അതിലൊന്ന് റിപ്സാലീസാണ് കേട്ടോ. 3 പെപ്പറോമിയ, 1 റിപ്സാലീസും കൂടിയാണ്. പിന്നെ മുത്തുപോലെ നല്ല ഭംഗിയായിരിക്കും വെയിലത്ത് കാണുമ്പോഴേ. അത് വെയിലുള്ളിടത്താണെങ്കിൽ ഇതിനൊരു ചുമപ്പ് കളർ, അല്ലെങ്കിൽ പച്ച കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. അങ്ങനത്തെ 4 ചെടികളാണ്. അതിന് 200 രൂപ. അടുത്തത് കണ്ടോ, ഇതേപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. നല്ല ഇപ്പം ഈ സമയത്ത് നമുക്ക് വളർത്താൻ ഏറ്റവും നല്ലത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഉണ്ടല്ലോ 200 രൂപ കോംബോ ഉൾപ്പെട്ടിട്ടുള്ള ഈ മെഗാ കോംബോ സ്വന്തമാക്കാൻ ഇപ്പം തന്നെ ഓർഡർ തന്നോളൂ. നമുക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ ചെടികൾ സ്വന്തമാക്കാൻ പറ്റും. അത് കുറഞ്ഞ പരിചരണം മതി. ഈ സമയത്ത് നമുക്ക് നട്ട് തണലത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീപ്പർ പ്ലാന്റൊക്കെ അടുത്ത വേനലാകുമ്പോഴേക്കും നന്നായിട്ട് പൂവായിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഈ സമയത്ത് നമുക്ക് നടാൻ അനുയോജ്യമായിട്ടുള്ള സാധനമാണ്. കാരണം ഇപ്പോൾ വെയിലാകുമ്പോൾ നമുക്ക് പുറത്തുള്ള ചെടികളെക്കാളും കൂടുതൽ ഇൻഡോർ ചെടികളും ഹാങ്ങിങ് പ്ലാന്റ്സും ആയിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ തരാം കേട്ടോ.